നിങ്ങളുടെ ടാഗ് ലൈൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ദി സ്കൂൾ ഓഫ് എക്സ്പീരിയൻസ്. എന്നാലും ശരിക്കും എന്താണ് ഈ സ്കൂൾ ഓഫ് എക്സ്പീരിയൻസ്? ദ സ്കൂൾ ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് നിന്ന് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു 3000 വർഷം പിറകോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഗുരുകുലം സിസ്റ്റം, അതുപോലെ നമ്മൾ പുറത്ത് യൂറോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സിസ്റ്റം, ഇതൊക്കെ എക്സ്പീരിയൻസ് നിന്ന് ലേൺ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ ആളുകൾ തീയിൽ ടച്ച് ചെയ്തിട്ടാണ് തീ ഒരു ഇൻഫ്ലേമബിൾ വസ്തുവാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്പേഴ്സ് വന്നു, അതുപോലെ ലെറ്റേഴ്സ് വന്നു. അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒരു ക്ലാസ് റൂം ഓറിയന്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് മാറി. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷന്റെ റിയൽ എസെൻസ് നമുക്ക് എവിടെയോ മിസ്സായിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസ് നിന്ന് ലേൺ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് ഇല്ലാതായി. ഇപ്പോൾ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് എത്ര ലാബ്സ് ഒരു വീക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ സ്കൂൾ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭമായിട്ട് വരുന്നത്. ഒരു 10-20 വർഷം ഒരു സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളെ ഒരു സ്റ്റുഡന്റ് നിന്ന് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ ആക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. അതൊരു ജോബ് ഓറിയന്റഡ് സ്കിൽസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കിൽസും അതുപോലെ ലൈഫ് സ്കിൽസ് ഒക്കെ നമ്മൾ ഈ കോഴ്സിനോട് കൂടെ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു സ്റ്റുഡന്റിനെ മൗൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. കറന്റ് നമ്മൾ IT റിലേറ്റഡ് കോഴ്സസ് ആണ് കൊടുക്കുന്നത്. വെബ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്, അതുപോലെ ഗെയിം ഡെവലപ്മെന്റ്, ഇതുപോലുള്ള കോഴ്സസ് ആണ് കറന്റ് നമ്മൾ സ്കൂൾ ഓഫ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ IT ഫീൽഡുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു സ്റ്റുഡന്റ് വന്ന് സെൽഫ് ലേൺ ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മാറും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെൽഫ് ലേണിംഗ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ലേണിംഗ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ഒരു സ്പൂൺ ഫീഡിംഗ് സിസ്റ്റത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഏതാണോ ടോപ്പിക്, ആ ടോപ്പിക്ക് ഒരു മെൻറ്ററോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ നമ്മുടെ ബ്രെയിനിലോട്ട് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്ത് തരുന്ന പോലെയാണ്. പക്ഷേ നമ്മൾ സെൽഫ് ലേണിംഗ് വഴി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അത് കൂടാതെ നമ്മൾ വേറെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇത് ഫുൾ ട്രയൽ ആൻഡ് എററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത്, ആ മെത്തേഡ് ഫെയിൽ ആവുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഫെയിലിയർ ആയ മെത്തേഡിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു സ്പൂൺ ഫീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമേ പഠിക്കുള്ളൂ. പിന്നെ ഈ സെൽഫ് ലേണിംഗിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏതൊരു ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും മാറിക്കൊണ്ടേയിരിക്കുകയാണ്, എസ്പെഷ്യലി IT ഫീൽഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ലാംഗ്വേജസ് ആയിരിക്കില്ല ചിലപ്പോൾ നാളുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ മേൺ സ്റ്റാക്ക് അതുപോലെ മെയിൻ സ്റ്റാക്ക് ഒക്കെയാണ് വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നാളെ ചിലപ്പോൾ ഇതിലും വേറെ പല ലാംഗ്വേജസും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്റ്റിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് തുടരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അഡാപ്റ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അഡാപ്റ്റ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ സെൽഫ് ലേൺ ചെയ്ത് പരിശീലിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തിനൊത്ത് മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. നമ്മുടെ പണ്ടുണ്ടായിരുന്ന നോക്കിയ ഫോൺ മൊബൈൽ ടെക്നീഷ്യൻസ് അപ്ഡേറ്റ് ചെയ്യാതെ, അതായത് സ്മാർട്ട് ഫോൺസ് വന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാതെ ഞങ്ങൾ നോക്കിയ ഫോൺസ് മാത്രമേ റിപ്പയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അവർ മൊബൈൽ ടെക്നീഷ്യൻസ് അല്ല. അവർ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇന്ന് മൊബൈൽ ടെക്നീഷ്യൻസ് അല്ല, അവർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ സെൽഫ് ലേണിംഗ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുക എന്നുള്ളതല്ല, കാലം മാറുന്നതിനനുസരിച്ച് ഇൻഡസ്ട്രിയിൽ അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിന് ഒരു സെൽഫ് ലേണിംഗ് വഴി പഠിച്ചു വന്ന ഒരാൾക്ക് അത് വളരെ ഈസി ആയിരിക്കും. വെറും 6 മാസം കൊണ്ട് ഒരു സ്റ്റുഡന്റിനെ പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നുള്ളത് സാധ്യമാണോ? തീർച്ചയായിട്ടും പോസിബിൾ ആണ്. കാരണം ഈ ഒരു കോഴ്സിലോട്ട് എൻറോൾ ചെയ്യുന്ന സ്റ്റുഡന്റ് ഡേ 1 മുതൽ ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് ഇവരൊരു റിയൽ പ്രൊഫഷണൽ എൻവയോൺമെന്റിലാണുള്ളത്. റിയൽ IT പ്രൊഫഷണൽസ് ഉള്ള ഒരു കോവർക്കിംഗ് സ്പേസിലാണ് ഇവർ ഇരിക്കുന്നത്. നമ്മൾ ഒരു ടെക്നിക്കൽ കോഴ്സ് എന്നതിലുപരി ഒരു 6 മന്ത് ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റുഡന്റ് ആയി വരുന്ന ഒരാളെ ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ ആയി തീരുകയാണ് ഈ ഒരു 6 മന്ത് പീരീഡിൽ. സ്റ്റുഡന്റിന്റെ ഡേ 1ഉം അതുപോലെ സ്റ്റുഡന്റ് ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി പോകുന്ന ഡേയും തമ്മിൽ എന്തായാലും ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഗോ ത്രൂ ചെയ്യുന്ന എല്ലാവിധ സിറ്റുവേഷൻസിലൂടെയും ഇവര് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സ്ക്രം കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ഡ്രസ്സിങ്ങിന്റെ സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും അവർ കംപ്ലീറ്റ്ലി ഫോർമൽസിലാണ് വരുന്നത്. അപ്പോൾ ഇവര് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു 6 മന്ത്സ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു 6 മന്ത്സ് കഴിഞ്ഞതിന്റെ ശേഷവും ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആയിരിക്കും ഇവിടുന്ന് പുറത്തിറങ്ങുന്നത്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെയും IT പ്രൊഫഷണൽ ആക്കി മാറ്റുക എന്നുള്ളത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്? ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡന്റിനെയും IT പ്രൊഫഷണൽ ആക്കുക എന്നുള്ളത് പോസിബിൾ ആണ്. പക്ഷേ എല്ലാ സ്റ്റുഡൻസിനും ഇത് വർക്ക് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സുകൾ ഉണ്ട്. ഒരു സ്റ്റുഡന്റ് എൻറോൾ ചെയ്ത് ഫസ്റ്റ് 10 days സ്റ്റുഡന്റ് ഈ ഒരു പ്രൊഫഷന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫസ്റ്റ് 10 daysൽ സ്റ്റുഡന്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ ലോജിക്കൽ തിങ്കിങ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് സ്റ്റുഡന്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച്
അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റുഡൻറ്റിനെ ഫിൽട്ടർ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഈ ഒരു പ്രൊഫഷന് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ കോഴ്സിലോട്ട് എൻ്റർ ചെയ്യിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഫിൽട്രേഷൻ പ്രോസസ്സിൽ സെലക്ട് ആവാത്ത കുട്ടികളുടെ ടൈമും അവരുടെ പൈസയും വേസ്റ്റ് ആവില്ലേ? ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എത്ര എമൗണ്ട് ആണോ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് പേ ചെയ്തിട്ടുള്ളത് അത് കംപ്ലീറ്റ്ലി നമ്മൾ റീഫണ്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഫസ്റ്റ് 10 ഡേയ്സിലെ ഫസ്റ്റ് 3 ഡേയ്സ് നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റുഡന്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ഏത് കരിയർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫസ്റ്റ് 10 ഡേയ്സ് ഇവർക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ അവരുടെ മണി ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി അത് റീഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും പ്ലേസ്മെന്റ്സ് നിങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. ആക്ച്വലി ഈ ഒരു കോഴ്സിലോട്ട് എൻറോൾ ചെയ്ത ഒരു സ്റ്റുഡൻറ് ഈ ഒരു 6 മന്ത് പീരീഡിൽ അറൌണ്ട് 30 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ 30 ഇന്റർവ്യൂസ് എടുക്കുന്നത് കമ്പനികളിൽ ഹയറിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. ഈ ഓരോ ഇന്റർവ്യൂസും പാസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റുഡന്റ് അടുത്ത മൊഡ്യൂളിലോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ 30 ഇന്റർവ്യൂസ് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡന്റിന് കോൺസെപ്റ്റ്സ് ഒക്കെ അത്രയും ക്ലിയർ ആയിരിക്കും. മാത്രമല്ല ഇന്റർവ്യൂ ഫിയർ, ലാംഗ്വേജ് ബാരിയർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 30 ഇന്റർവ്യൂസിൽ തന്നെ സ്റ്റുഡന്റ് പ്രിപ്പയർഡ് ആണ്. അപ്പോൾ ഈ ഒരു 30 ഇന്റർവ്യൂസ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റിന് ജോലി കിട്ടാതിരിക്കുക എന്നുള്ളത് ആക്ച്വലി ഇമ്പോസിബിൾ ആണ്. മാത്രമല്ല നമ്മൾ സ്റ്റുഡന്റ് എൻറോൾ ചെയ്ത ഡേ 1 മുതൽ സ്റ്റുഡന്റിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വീക്ക്ലി സ്റ്റുഡന്റ് ഓരോ പോസ്റ്റ് ലിങ്ക്ഡിനിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കൽ നിർബന്ധമാണ് നമ്മുടെ കോഴ്സിൽ. ആക്ച്വലി ഇന്ന് ജോബ് സീക്കേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നം സ്കില്ലുകൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അക്വയർ ചെയ്ത സ്കിൽസ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതിൽ നമ്മൾ സ്റ്റുഡൻസിന് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും AI കാരണം ജോലി നഷ്ടമാവോ എന്ന് പേടിയുള്ളവരാണ്. അപ്പോൾ AIയുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന IT ഇൻഡസ്ട്രിയിലെ ജോബ്സ് അല്ലേ ആദ്യം അഫക്റ്റഡ് ആവുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന കോഴ്സുകൾക്ക് എന്ത് റെലവൻസിയാണ് ഉള്ളത്? ഇതുപോലെയുള്ള മാറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കോഡിങ്ങിന്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 90s നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. പിന്നെ നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗീക്സ് ഫോർ ഗീക്സ്, ടാക്ക് ഓവർഫ്ലോ ഇതുപോലുള്ള സൈറ്റുകൾ റെഫർ ചെയ്തിട്ടായിരുന്നു നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ന് കോഡുകൾ AI ജനറേറ്റഡ് ആയിട്ട് വരാൻ തുടങ്ങി, ഒന്നുകൂടെ ഈസിയായി. ഇതുപോലുള്ള മാറ്റങ്ങളെ എങ്ങനെ ഒരു IT പ്രൊഫഷണൽ അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവരുടെ ഗ്രോത്ത് വരുന്നത്. നമുക്ക് ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് അതിനെ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു ക്രൈസിസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ ഒരു ചേഞ്ചസിൽ റിയൽ അഡ്വാൻറ്റേജ് കണ്ടെത്തുന്നത്. നമ്മളെ സ്റ്റുഡൻസിനെ ഈ ഒരു AI ഭൂമിയിൽ എങ്ങനെ ഈ AI ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി സെൽഫ് ലേണിംഗ് മെത്തേഡിലൂടെ പഠിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ AI കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു ഭൂമി ഭാവിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയും അഡാപ്റ്റ് ചെയ്യാൻ അവർ ഓക്കെ ആയിരിക്കും. ഇന്ന് മാർക്കറ്റിൽ സെൽഫ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്ഷൻസുകളും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ വൈ ഷുഡ് എ സ്റ്റുഡൻറ് ചൂസ് യു? ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തുകൊണ്ട് സ്കൂൾ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് റീസെന്റ് നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ 10-100 ആളുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് ഇറങ്ങുന്ന കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ ക്വാളിറ്റി എന്താണ്? അവരെന്തെങ്കിലും ഫിൽട്രേഷൻ പ്രോസസ്സുകൾ വെക്കുന്നുണ്ടോ? എല്ലാവരെയും ഇപ്പോൾ ഈ ഒരു കോഴ്സിലോട്ട് വരുന്ന എല്ലാവരെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിയർ ആയിട്ടുള്ള ഫിൽട്രേഷൻ പ്രോസസ്സുകൾ ഉണ്ട് നമ്മുടെ ഈ കോഴ്സിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ക്ലിയർലി ഈ ഒരു പ്രൊഫഷനോട് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മുടെ കോഴ്സിലോട്ട് എൻറോൾ ആവുന്നുള്ളൂ. ഇത്രയും ഫിൽട്രേഷൻ പ്രോസസ്സുകൾ കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റ് എന്തായാലും കമ്പനീസ് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയിലായിരിക്കും കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. നമ്മൾ 30 ഇന്റർവ്യൂസ് ആണ് ഈ ഒരു 6 മന്ത്സ് പീരീഡിൽ സ്റ്റുഡന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 30 ഇന്റർവ്യൂസിൽ ഓരോ ഇന്റർവ്യൂസ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്റ്റുഡന്റ് അടുത്ത മൊഡ്യൂളിലോട്ട് കടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 30 മൊഡ്യൂൾസ് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റ് എന്തായാലും അത്രയും ക്വാളിറ്റിയിലുള്ളതായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി. ഇത് മാത്രമല്ല ആക്ച്വലി ഈ ഒരു 6 മന്ത് പീരീഡിൽ നമ്മളൊരു 6+ വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. ഇത് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അതുപോലെ പോർട്ട്ഫോളിയോ ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്ക്ഷോപ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റുഡന്റിനെ ടെക്നിക്കലി സ്കിൽഡ് ആക്കുക മാത്രമല്ല അവരുടെ ലൈഫ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഇനി അവസാനമായിട്ട് ചോദിക്കാനുള്ളത് വൈ ഇൻ കോട്ടക്കൽ? ഞാൻ ചോദിക്കുന്നത് വൈ നോട്ട് ഇൻ കോട്ടക്കൽ എന്നാണ്. കാരണം ഈ അറൌണ്ട് 5 മില്യൺ പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു 5 മില്യണിൽ അറൌണ്ട് 25% സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കോട്ടക്കൽ. നമ്മുടെ മലപ്പുറം ജില്ലന്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് കോട്ടക്കൽ നിൽക്കുന്നത്. പിന്നെ കോട്ടക്കൽ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്, മെഡിക്കൽ ഹബ്ബാണ്. കോട്ടക്കലിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആളുകൾ എക്സ്പ്ലോർ ചെയ്യാത്തതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കോട്ടക്കൽ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തുകൊണ്ടും ഒരു ഐഡിയൽ ലൊക്കേഷനാണ് കോട്ടക്കൽ. നമ്മുടെ പ്രൈമറി വിഷൻ തന്നെ കോട്ടക്കൽ ഒരു IT ഹബ്ബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
So if you guys really want to be successful in career, join with School of Experience.